അല്ല സാർ ഇത് ചുമതല ഏൽക്കുന്ന സമയം തൊട്ട് പല വിവാദങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതൊരു വെല്ലുവിളിയായിരുന്നോ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും മോശപ്പെട്ടൊരു സമയത്താണ് ഈ ബോർഡ് അധികാരത്തിൽ വരുന്നത്. ഞാനാണെങ്കിൽ ഒരു അൺലൈക്ലി കാൻഡിഡേറ്റ് ആണല്ലോ, എൻ്റെ ഒരു പേര് വരേണ്ട കാര്യമില്ല. എന്നിട്ടും ഗവൺമെൻറ് അങ്ങനെ തീരുമാനിച്ചു. അതൊരു വലിയൊരു വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ്. കാരണം ദേവസ്വം ബോർഡിനകത്ത് മുൻകാലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് നമുക്ക് ദേവസ്വം ബോർഡിനെ അങ്ങ് എഴുതി തള്ളാനൊന്നും പറ്റുകയില്ല. കാരണം നമുക്ക് ഈ 1200-ലേറെ ക്ഷേത്രങ്ങളുണ്ട്. ശബരിമലയുള്ള മഹാക്ഷേത്രമുണ്ട്. ഇതൊക്കെ നേരെയാക്കുക എന്നൊരു ദൗത്യം ഗവൺമെൻറ്റിലൂടെ ഭഗവാനെ ഏൽപ്പിച്ചു തന്നതുപോലെയാണ് ഞാനത് ഏറ്റെടുത്തത്. അല്ല, ഈ പൊതുവെ ഈ ഒരു സമയത്ത് സാറിനെ പോലെ ഒരാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ അയ്യപ്പ ഭക്തർ പ്രത്യേകിച്ച് ഒരു ആശ്വാസമാണ് അവർക്കെല്ലാം ഉണ്ടായത്. അതൊരു വലിയൊരു പ്രത്യേകതയായിരുന്നു. ആദ്യത്തെ 1-2 ദിവസം തിരക്കിൻ്റെ പേരിലുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് ഒഴിച്ചാൽ പിന്നീട് അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ലെന്ന് തോന്നുന്നു. അത് ഒരു കണക്കിനൊരു നല്ല സൂചനയായി. കാരണം കോർഡിനേഷൻ്റെ ചില പ്രശ്നങ്ങളെല്ലാം അതോടുകൂടി നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. എവിടെയെല്ലാം ഭാവിയിൽ അപകടം ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു നല്ലൊരു വാണിംഗ് ഭഗവാൻ തന്നതുപോലെ തന്നെ ഞങ്ങൾക്ക് തോന്നി. അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടായി. പിന്നീട് നല്ല കോർഡിനേഷൻ പോലീസിനകത്ത് നിന്നും ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് പിന്നെ ശ്രീജിത്ത് അവിടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പോലീസ് ADGPയുടെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഒരു പരിചയവുമെല്ലാം നമുക്ക് ക്രൗഡ് നിയന്ത്രിക്കുന്നതിനൊക്കെ വളരെ സഹായിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നു. പോലീസ് ഒരു എന്തോ കൃത്രിമ തിരക്കുണ്ടാക്കുന്നൊക്കെ പറഞ്ഞ ചില വാർത്തകളൊക്കെ ഇപ്പോൾ എപ്പോഴും അങ്ങനെയൊക്കെ പറയുമല്ലോ. പോലീസിനെ കുറ്റം പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. അത് അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. പോലീസിൻ്റെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി തന്നെയാണ് നമുക്കിത് ഇത് ഭംഗിയായിട്ട് തീർക്കാൻ പറ്റും. പോലീസ്, അതുപോലെ NDRF, പിന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, എല്ലാവരും. പിന്നെ പല ഫോഴ്സുകൾ വരുമ്പോഴുള്ള ഒരു കുഴപ്പം ഉണ്ടാകാൻ സാധ്യത ഇവർ തങ്ങളിലുള്ളൊരു ഏകോപനത്തിൻ്റെയും ഒരു കോർഡിനേറ്റഡ് കമാൻഡിൻ്റെയും ഒരു വിഷയമാണ്. അവിടെയാണ് ഞാൻ ശ്രീജിത്തിന് പിന്നെ മാർക്ക് കൊടുക്കുന്നത്. കാരണം ഇതെല്ലാം ഭംഗിയായിട്ട് ഏകോപിപ്പിക്കാൻ സാധിച്ചു. എല്ലാം പല ഫോഴ്സുകളല്ലേ, എങ്കിലും ഒരു ഓവറോളായിട്ടൊരു കൺട്രോൾ ഏറ്റെടുക്കാനും ആരെ ഇന്നിടത്ത് വിന്യസിക്കണം എന്നൊക്കെ ഉള്ള കാര്യത്തിലൊക്കെ അവർ തങ്ങളിലൊക്കെ നല്ലൊരു കോഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ശ്രീജിത്ത് ഒരു അയ്യപ്പ ഭക്തനാണ്. അതിൻ്റെ ഗുണമുണ്ടായി. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കമാൻഡ് അവിടെ ഉണ്ടായിരുന്നു.